ആദില പറഞ്ഞ കാര്യങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിനെതിരെയുള്ളത്. അത് എന്നാണോ ഇത് തുടങ്ങിയത്, ഒരു 2 മാസമായിട്ട് ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ പുറത്ത് തന്നെ ഉണ്ട്. വീണ്ടും വന്ന് നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ ഉളുപ്പുണ്ടോ നിനക്ക്? ഇവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ എന്റെ ചേച്ചിയുടെ നമ്പർ കൊടുത്തു, എന്റെ നമ്പർ കൊടുത്തു. അത് തന്നെയാണ് ആദിലയും പറഞ്ഞത്. ഇത് നമ്പർ കൊടുത്തതോ PR-ന്റെ നമ്പർ കൊടുത്തതോ തന്റെ നമ്പർ കൊടുത്തതോ ഒന്നും അല്ല. ഇതിനകത്ത് അക്ബറിനെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ്. വീണ്ടും വീണ്ടും വന്ന് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണ്. ഇവിടെ പുറത്തു കിടക്കുകയാണ്. തെളിവെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ അക്ബറിനെതിരെ ഒരു ആക്രമണമോ ഒന്നുമില്ല. അക്ബറിന്റെ ഗെയിമാണ് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് അനു പറഞ്ഞിട്ടില്ല, അനുവിന്റെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. പക്ഷെ 2 മാസമായിട്ട് ഈ ഗെയിം തുടങ്ങി അന്ന് തൊട്ട് അക്ബറിനെ മാത്രമല്ല ഈ കുട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി, പിന്നെ അവരുടെ കട്ട പോകുകയാ. ഒന്ന് നോക്കിയാൽ മതി. അതാ അടുത്ത കള്ളി എന്ന് വെച്ചാൽ ലോക കള്ളി എന്ന് വെച്ചാൽ ലോക. ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് PR-മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ സീസൺ 7-ലാണ് ഈ PR-നെ കുറിച്ച് ഇത്രയേറെ ചർച്ച ചെയ്തത്. സീസൺ 2-ൽ, അതായത് രജത് കുമാറിന്റെ സീസണിൽ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് ആദ്യമായി അറിയുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ എന്താണ് ഈ പരിപാടി എന്ന് മനസ്സിലാക്കുന്നതും രജത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കോവിഡ് സമയത്ത് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് സ്ഥലകാല ബോധമില്ലാതെ ആ സാഹചര്യം മനസ്സിലാക്കാതെ ഒരു പറ്റം ജനത അവിടെ അയാളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി എന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഇത്രയും വിവരമില്ലാത്ത വിഡ്ഢികളായിട്ടുള്ള ഒരു പറ്റം മനുഷ്യരാണോ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. ഞാൻ സീരിയസ്ലി പറയുക, അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഡോക്ടർ റോബിൻ പുറത്തിറങ്ങുന്ന സമയത്തും അത് പിന്നെ സാഹചര്യമൊക്കെ അനുകൂലമായിരുന്നു, അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പോയത്. അപ്പോൾ അന്നൊന്നും ഈ പറയുന്ന PR-ഓ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് രജത് കുമാറിനെ പുറത്താക്കിയപ്പോൾ ഇത്രയും ജനത കോവിഡിനെ അവഗണിച്ച് നിയന്ത്രണങ്ങളെ അവഗണിച്ച് അവിടെ ചെന്നത്? ഇവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ, ഇവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണോ, അതോ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയോട് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തോന്നുന്ന ഒരു സ്നേഹം ആ വൈകാരികതയിൽ വൈകാരികതയെ മുൻനിർത്തിക്കൊണ്ട് ഇവർ കാണിക്കുന്ന അമിതമായ ഒരു ഭ്രാന്താണോ ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അന്ന് രജത് കുമാറിന് അനുകൂലമായി ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന സമയത്ത് രജത് കുമാറിനെ എതിർത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും, സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ട്, പുരുഷന്മാർ ആ കൂട്ടത്തിലുണ്ട്, ഈ മത്സരാർത്ഥികൾക്ക് പുറത്ത് അതിശക്തമായ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഒരു PR-ഉമായിരുന്നില്ല ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടി മുന്നിലുണ്ടായിരുന്നത് ബിഗ് ബോസിന്റെ ഓഡിയൻസ് തന്നെയാണ്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. പിന്നിലെങ്കിൽ എല്ലാ ടിപ്പിക്കൽ മലയാളികൾക്കും മറ്റുള്ള മനുഷ്യരുടെ ജീവിതം കാണാനുള്ള ഒരു ആഗ്രഹം, ആ ഒരു സംഭവത്തെ മുൻനിർത്തി ഈ ഷോ തുടരുമ്പോൾ ഈ ഷോയിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രിയപ്പെട്ടതായി മാറും. അങ്ങനെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രിയപ്പെട്ടതായി മാറുമ്പോൾ ആ മത്സരാർത്ഥി, അവർക്ക് പ്രിയപ്പെട്ട ഒരു മത്സരാർത്ഥിയെ മറ്റൊരാൾ ആക്ഷേപിക്കുന്ന സമയത്ത് തീർച്ചയായും ഇവരുടെ ഉള്ളിലെ വൈകാരികമായിട്ടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആ വികാരത്തിൻ്റെ പുറത്ത് ഇവർ മറ്റൊരാളെ തെറി പറയാൻ പോയെന്നിരിക്കും. അപ്പോൾ ഇതിലേക്ക് പോകുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സീസൺ 7-ന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇനി അങ്ങോട്ടുള്ള 8 എടുത്താലും 9 എടുത്താലും 10 എടുത്താലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ എങ്ങനെ മത്സരിക്കാൻ ഇറങ്ങുന്നു, അപ്പോൾ രാഷ്ട്രീയമായിട്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന എതിരാളികൾ നിങ്ങളെ എന്തെല്ലാം രീതിയിൽ ആക്ഷേപിക്കുമോ, ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുമോ, അതെല്ലാം സഹിക്കാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോകുക. കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.